Assalamu alaikum wa rahmatullahi wa barakatuhu. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Wa qadha rabbuka alla ta'budu illa iyyahu wa bil walidaini ihsana. പ്രിയപ്പെട്ട അധ്യാപകരെ, ഷാർജ ബുക്ക് ഫെയർ ഒരുക്കിയ ബഹുമാനരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എനിക്ക് ഈ വേദിയിൽ അവസരം ലഭിച്ചതിന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എനിക്ക് ഇന്ന് സംസാരിക്കാൻ ഉള്ളത് സ്നേഹനിധിയായ മാതാപിതാക്കളെ കുറിച്ചാണ്. അള്ളാഹും റസൂലും കഴിഞ്ഞാൽ നാം ഏറ്റവും സ്നേഹിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളെയാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആൻ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഖളാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ ആരാധിക്കരുതെന്നും, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൃദ്ധരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരിൽ ഒരാളെയോ നിങ്ങൾക്ക് ലഭിച്ചിട്ട് സ്വർഗം നേടിയില്ലെങ്കിൽ അവനു നാശം, അവനു നാശം, അവനു നാശം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കൾക്ക് വേണ്ട വിധം നോക്കാതെ, അവർക്ക് പരിഗണന നൽകാതെ അവരുടെ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്ക് ഒരിക്കലും ബർക്കത്ത് ഉണ്ടാകുകയില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു നൽകിയത് ഉമ്മയുടെ ദുആയിലാണ്. അറിയുക കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. ഒരു മഹാനായ പണ്ഡിതൻ കരയുകയാണ്. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗം നേടാൻ 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കവാടം ഇന്ന് അടക്കപ്പെട്ടു. എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. ഓരോ ഉമ്മമാരും നമ്മെ പ്രസവിച്ചത് കഷ്ടപ്പെട്ടിട്ടാണ്. ആ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതമായിട്ടുള്ളത്? നന്മയും തിന്മയും നാം തിരിച്ചറിഞ്ഞത് അവരിലൂടെയാണ്. ഉപ്പയുടെ നെഞ്ചിലെ മിടിപ്പാണ് നമ്മുടെ ജീവൻ. ഉപ്പ ഒഴുക്കുന്ന വിയർപ്പാണ് നമ്മളിൽ പരക്കുന്ന സുഗന്ധം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഓരോ ദിവസവും കഷ്ടപ്പെടുന്നത് എത്രയാണെന്നും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ലുഖ്മാനിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അനിഷ്കുർ ലീ വലിവാലിദൈക്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അത് നന്ദി ചെയ്യുമ്പോൾ ആണ് സ്വർഗം എന്ന പൂങ്കാവ് നമ്മളിലേക്ക് എത്തിച്ചേരുക. പ്രശ്നങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നാം വളരെ അധികം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നില്ലേ? അവരോട് സലാം പറയണം, അവരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവരെ തൃപ്തി നേടണം, അവരെ മുമ്പിൽ ശബ്ദം ഉയർത്താതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. കൂട്ടുകാരെ, നാം എപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.